ഫ്രണ്ട്സ് അടുത്തത് ഒരു കൊമ്പൻ്റെ സെയിലിനാട്ടോ വന്നിട്ടുള്ളത്. എല്ലാവരും നല്ല എൻക്വയറി ഉള്ള എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വണ്ടിയാണ്. ടൊയോട്ടയുടെ ഫോർച്യൂണറാണ് കേട്ടോ വണ്ടി കിടക്കുന്നത്. ഇത് അതർ രജിസ്റ്റേർഡ് വണ്ടിയാണ്. ഇപ്പോൾ കറൻ്റ്ലി KL53 പെരിന്തൽമണ്ണയ്ക്ക് രജിസ്റ്റർ ആയിട്ടുള്ള വണ്ടിയാണ് കേട്ടോ. ഇത് 2013 വണ്ടിയാണ്. ഏകദേശം 3rd ഓണർഷിപ്പ് ആയിട്ടുണ്ട്. 1,35,000 കിലോമീറ്റർ വരെ മാത്രമേ വണ്ടി ഓടിയിട്ടുള്ളൂ. അത് ജെന്യുവിൻ കിലോമീറ്റേഴ്സ് ആണ് കേട്ടോ. നിങ്ങൾക്ക് ടൊയോട്ടയുടെ സെൻറ്ററിൽ പോയി കഴിഞ്ഞാൽ എടുക്കാൻ പറ്റിയ വണ്ടിയാണ്. അതായത് ജെന്യുവിൻ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റിയ വണ്ടിയാണ്. 1.35 ജെന്യുവിൻ ഓട്ടമുള്ള വണ്ടിയാണ് കേട്ടോ. മേജറായിട്ട് ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നും കയറാത്ത വണ്ടിയാണ്. അത്യാവശ്യം നല്ല അടിപൊളിയായിട്ട് തന്നെ വണ്ടി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടോ. എക്സ്റ്റീരിയർ ക്വാളിറ്റി അതുപോലെ തന്നെ നല്ല അടിപൊളി യോക്കോഹോമയുടെ നല്ല അടിപൊളി എന്താ പറയുക കട്ട ടയേഴ്സ് തന്നെ നമുക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം കാണാനൊക്കെ നല്ലൊരു വെള്ള കൊമ്പനാണ് കേട്ടോ വണ്ടി കിടക്കുന്നത്. സൈഡ് പ്രൊഫൈലേക്ക് വരികയാണെങ്കിൽ മേജറായിട്ട് ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ അല്ലെങ്കിൽ റീപെയിൻറ്റോ ഒന്നും കയറാത്ത വണ്ടിയാണ്. അപ്പോൾ കറൻ്റ്ലി നമ്മൾ വണ്ടി ലോക്കാണ് കേട്ടോ. ഞാൻ ഗ്ലാസിൻ്റെ ഉള്ളിൽ കൂടെ കാണിച്ചു തരാം. നല്ല അടിപൊളിയായിട്ട് തന്നെ ഇൻറ്റീരിയർ സൈഡും നമുക്ക് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ലൊരു ക്രോം കളറിലുള്ള സ്കിറ്റ് കവേഴ്സും കാര്യങ്ങളൊക്കെയാണ്. ഒരു 13 ഇഞ്ചിൻ്റെ ആൻഡ്രോയിഡ് സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള വണ്ടിയാണ് കേട്ടോ. ഇത് നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ് വന്നിട്ട് 13,55,000 രൂപ മാത്രമാണ്. ഈ 13,55,000 രൂപയിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു 12,50,000 രൂപ വരെ 55,000 രൂപ വരെ, അതായത് നിങ്ങൾക്ക് 1,00,000 രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡൗൺ പേയ്മെൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇറക്കാൻ പറ്റിയ വണ്ടിയാണ് കേട്ടോ. അത്യാവശ്യം നല്ല വണ്ടിയാണ്. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിട്ടുള്ള വണ്ടിയാണ്. ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ ഫ്ലഡോ മേജറായിട്ടുള്ള ഒന്നും കയറാത്ത വണ്ടിയാണ് കേട്ടോ. സോ ആവശ്യക്കാരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ. വണ്ടി നമ്മളെ തിരൂർക്കാട് അവൈലബിൾ ആണ് കേട്ടോ. ഫ്രണ്ട്സ്, അപ്പോൾ ഇതുപോലത്തെ നല്ല കാറിൻ്റെയും ബൈക്കിൻ്റെയും ഒക്കെ വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. പിന്നെ ആവശ്യക്കാർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ കേട്ടോ.